ഇന്ന് റാഗി ചേർത്ത് എങ്ങനെ ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ്. 4 ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുന്ന ഇതാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ. ഇതിനെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 3-4 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഇത് നന്നായി കഴുകിയതിന് ശേഷം വേണം കുതിർത്താൻ. ഇതിപ്പോൾ ഇവിടെ 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൽ ഞാൻ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു, 4 ടേബിൾ സ്പൂൺ അവലും കൂടി ചേർത്ത് കൊടുക്കണം. ബ്രൗൺ അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 15 മിനിറ്റ് നേരം കുതിർത്തതാണ്. ഇതും കൂടി ഇനി ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അരിയെടുത്ത ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കണം. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ജാറിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അരിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം 10-12 മണിക്കൂറിന് കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ദോശമാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ദോശ ഇടാനായിട്ട് ഞാനൊരു ദോശക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ പുരട്ടി കൊടുക്കാം. 2 തവി മാവൊഴിച്ച് നമുക്കിത് അടച്ചു വയ്ക്കാം. ദോശ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടായ കല്ലിൽ വേണം ദോശമാവ് ഒഴിക്കാൻ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്നുകൂടി മൊരിയിച്ചെടുക്കണം. റാഗി കൂടി ചേർത്തതിനാൽ ഇത് തിരിച്ചിട്ട് മൊരിയിച്ചെടുത്താലാണ് ടേസ്റ്റ്. ദോശ മുഴുവൻ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.